ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ ആയാലോ? പൊട്ടും വഹിക്കേണ്ട വീഡിയോയിലിട്ടേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അല്ലാതെ കോളിഫ്ലവർ അങ്ങനെ അധികം വെന്ത് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 300 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി വേണ്ടത് അതിലോട്ടേക്കുള്ള മിക്സിംഗ് ആണ്. അതായത് ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് മുഴുവനായിട്ട് അതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഞാൻ വീണ്ടും കുറച്ചുകൂടെ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള കോട്ടിങ്ങാണ് വേണ്ടതെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് പൊടികൾ ജാസ്തി എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് 2 ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് നമ്മുടെ കോളിഫ്ലവർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോളും. നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്ര അളവിൽ വേണ്ട. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു സവാള ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴന്നുകൊണ്ട് വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ക്യാബേജാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്. ക്യാബേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ സവാള പെട്ടെന്ന് വേഗം തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ്. എന്നാലും കുക്കിങ്ങിൽ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാബേജും അതുപോലെ തന്നെ സവാളയും നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലോട്ടേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കത്തിന് വളരെ വേവ് കുറവാണ്, അതുകൊണ്ടാണ് അവസാന നിമിഷം ചേർക്കുന്നത്. എന്നിട്ട് അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഉണ്ടല്ലോ അത് ഇട്ട ശേഷം ഒരുപാട് സമയം അങ്ങ് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് കോൺഫ്ലവർ അത് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ മസാലയിലോട്ടേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുറച്ച് നമ്മൾ മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറുതായിട്ട് മല്ലിയില കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചൈനീസ് ഡിഷിനൊക്കെ ഒരു മധുരം ഉണ്ടാവുമല്ലോ മുന്നിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും, അഥവാ മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
ഇല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം, എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടെ ഒന്ന് പോയേക്കണേ. ബൈ ഫ്രണ്ട്സ്.